ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനുണ്ടല്ലോ ഒരു പരീക്ഷണം എന്നുള്ള രീതിക്ക് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന സൗജന്യ പ്രിയദർശിനി യാത്രയുണ്ടല്ലോ, സ്ത്രീകൾക്ക് സൗജന്യ പ്രിയദർശിനി യാത്ര. ഞാനും ചെറുതായിട്ട് ഇന്നൊന്ന് യാത്ര ചെയ്തു. ഒരു കാര്യം ഉണ്ടായിട്ടല്ല ഞാനൊന്ന് യാത്ര ചെയ്തു. പൊതുവെ ഞാൻ മുന്നേ കോളേജിലൊക്കെ KSRTC തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പടന്നക്കാടാണ് പഠിച്ചത്. എനിക്ക് ഇഷ്ടമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇന്ന് പ്രിയദർശിനി ബസ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, എന്റെ ദൈവമേ. നിങ്ങളൊരു അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രിയദർശിനിയിൽ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. ഞാൻ ബന്ദിയോട് മുതൽ കാസർഗോഡ് വരെയാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഞാൻ കുമ്പളവടിക്കും പാലക്കുന്ന് ഭരണിക്കും എങ്ങനെ ഒരു തിരക്ക് കണ്ടിട്ടുള്ളൂ. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ TV കാണുന്ന തിരക്കില്ലേ, അമ്മാതിരി തിരക്കാണ് ഒരു ബസ്സില്. ഓക്കെ, ഞാൻ ഇരുന്നതിന്റെ ഈ സൈഡിലിരുന്ന താത്താന്റെ മുക്കാൽ കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. ഞാൻ ലാലേട്ടനെ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള താത്താന്റെ ഫുൾ കുണ്ടിയും എന്റെ തൊടയിലാണ്. ഇത് ഞാൻ തൊട ഇടക്ക് അനക്കുമ്പോ പോലും അവര് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം മൈൻഡ് ചെയ്താൽ ഞാൻ എണീക്കേണ്ടി വരുമല്ലോ, എന്റെ തൊടയെന്ന് എണീക്കേണ്ടി വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടറിനെ റിക്വസ്റ്റ് ചെയ്യാണ് ഓരോ സ്റ്റോപ്പിലും, ചേച്ചി അടുത്ത ബസ് പ്രിയദർശിനി തന്നെ വരുന്നുണ്ട്, ഇതിൽ സ്ഥലമില്ല, മാറി നിൽക്കട മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ തടിച്ചു കയറുന്നത്. തിരക്കെന്ന് പറഞ്ഞ അമ്മാതിരി തിരക്കാണ്. വേറൊരു കോമഡി കേൾക്കണോ, ഈ ഫ്രീ യാത്രക്കിടയിൽ ഞാൻ ഇരുന്ന സീറ്റിലിരുന്ന ആളായിരിക്കണം ആ ബോട്ടിന്റെ ഒരു എയർപോർട്ട് മറന്നു വെച്ചു പോയി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കുന്ന സമയത്ത് 800 റുപ്പീസ് എങ്ങനെ അതിന് പ്രൈസ് ഉണ്ട്. ഞാൻ കണ്ടക്ടർ അതിൽ കൊടുത്തിട്ട് പറഞ്ഞു, ചിലപ്പം ഒരു KSRTC വരുമായിരിക്കും, പരുതിയിട്ട് നിങ്ങൾ അവിടെ കൊടുത്താൽ മതി. അയാൾ എന്നെ ഇങ്ങനെ തലക്ക് കൈ വെക്കുന്നു. നിങ്ങൾ ഈ എത്ര കൂടിപ്പോയ 800 രൂപയൊന്നും എന്തായാലും മംഗലാപുരത്തുനിന്ന് കാസർഗോഡേക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു ഫ്രീ ടിക്കറ്റിന് വേണ്ടിയിട്ട് ബോട്ടിന്റെ എയർപോർട്ട് അടക്കം വെച്ച് മറന്നു പോകുന്ന സ്ത്രീകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇങ്ങനെ ഒരു സൗജന്യ യാത്ര? ഗർഭിണികൾക്കാവട്ടെ, ഭിന്നശേഷിക്കാർക്കാവട്ടെ, അന്ധർക്കാവട്ടെ, ആർക്കും ഇങ്ങനെയുള്ള തിരക്കിലൊന്നും കയറാൻ പറ്റില്ല. ചികിത്സയ്ക്ക് പോകുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഒരാവശ്യവും ഇല്ലാണ്ട് വെറുതെ ഒന്ന് യാത്ര ചെയ്യും. ഞാൻ ഇന്ന് പരീക്ഷിച്ചു എന്നേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒന്ന് പ്രൈവറ്റ് ബസ്സുകാർ അത് ബാധിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഈ സർക്കാരിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള സൗജന്യ യാത്രകളും കാര്യങ്ങളും അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്. അതൊരു ജെൻഡർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന എന്തിനാണ് അതിന്റെ ആവശ്യം? എല്ലാ ജെൻഡറിലും ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. എൻഡോസൾഫാൻ ബാധിച്ച് കുറെ പേരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ഫ്രീ കൊടുക്കൂ, വൃദ്ധന്മാർക്ക് കൊടുക്കൂ, ജെൻഡർ നോക്കാതെ. എന്താണിത്? ഗർഭിണികൾക്ക് കൊടുക്കൂ, അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ സൗജന്യ യാത്ര കൊടുത്താലും തെറ്റില്ല. ഇത് എന്റെ ഭഗവാനെ, ഇടക്ക് ഇറങ്ങാനും പറ്റില്ല. നമ്മളൊന്ന് ഇറങ്ങാന്ന് വെച്ചാൽ അതും പറ്റില്ല. അത്രക്ക് ജനങ്ങളാണ് ഈ പ്രിയദർശിനി ബസ്സില്. ഞാൻ പറയട്ടെ, ഞാൻ ഏകദേശം 5ാം ക്ലാസ് മുതൽ KSRTC ബസ്സിൽ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒരു തിരക്ക്. എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത്? ദൈവത്തമ്പുര വെറുതെ ആയിരിക്കും, വെറുതെ ഫ്രീ അല്ലേ, പോയിട്ട് വരാം എന്നുള്ള ഒരു ഇതിന്റെ കോൺസെപ്റ്റിന്റെ പുറത്തായിരിക്കും. നിങ്ങൾ ഇത് മിസ്യൂസ്